ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ളൊരു കളക്റ്റീവ് റീഡിങ്. എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ ഈ നിമിഷം യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ളത്, അങ്ങനെയുള്ളൊരു കളക്റ്റീവ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. പിന്നെ ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് റെസനേറ്റ് ആവാൻ കാണാനായിട്ട് സമയമായിട്ടുണ്ടാവുക. എൻ്റെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, അല്ലാത്തവരൊക്കെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരൂ. അത് നിങ്ങൾക്ക് കൂടുതൽ റെസനേഷൻ സംഭവിക്കാനുള്ള കുറുക്ക് വഴിയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ റീഡിങ്. ഓക്കെ,
യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത്? Ten of Swords. മനസ്സിൽ 1000 മുറിവുകൾ ഇറങ്ങി പോയിട്ടുള്ള വ്യക്തികളെയാണ് കാണുന്നത്. അങ്ങനെയുള്ളവരെ ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ വേദനിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഏത് കാര്യം കൊണ്ടും ആയിക്കൊള്ളട്ടെ, എന്ത് ചെയ്യണമെന്നറിയാതെ 1 അല്ല 2 അല്ല 3 അല്ല ഒരുപാട് മുറിവുകൾ ഇങ്ങനെ കുത്തി ഇറങ്ങി പോയിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നത്. ഒരിക്കലും അത് മാറാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് മാറി എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു സ്റ്റക്കഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നവരെ എനിക്ക് കാണുന്നുണ്ട്. നമുക്ക് കൂടുതൽ നോക്കാം. ഷഫ്ലിംഗ് ആണ് കേട്ടോ. അതാണ് റെസനേഷൻ സംഭവിക്കാനുള്ള കുറുക്ക് വഴി. സത്യം പറഞ്ഞ കിങ് ആയിട്ട് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ക്വീനായിട്ടൊക്കെ ഇരിക്കേണ്ട വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷേ ഇപ്പം പിച്ചക്കാരായിട്ടിരിക്കുന്നവർ, ദാരിദ്ര്യം വാർന്നൊഴുകിയിരിക്കുന്നവരെ കാണുന്നുണ്ട്. മീൻസ് ഒരു രാജാവോ രാജ്ഞിയോ ആയിട്ട് അത്രയും പ്രതാപത്തിലിരിക്കേണ്ട വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷെ എന്തുകൊണ്ടോ ദാരിദ്ര്യം വന്നു, അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ വന്നു, പല കാര്യങ്ങൾ ലൈഫിൽ വന്നു, കയറ്റങ്ങളുണ്ടായി, ലൈഫിൽ ഇറക്കങ്ങളുണ്ടായി. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ പിടിച്ചു കുലുക്കുകയും ചെയ്തു, നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും എങ്ങനെ കവർ ചെയ്ത് പുറത്തു വരാമെന്ന് ആലോചിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. ലൈഫിനെ പല സ്റ്റേജിൽ നിന്നും പല കോണിൽ നിന്നും നോക്കിക്കണ്ട് എങ്ങനെ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചിരിക്കുന്ന, വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു കാർഡിൽ കാണാനുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയിട്ടുള്ളവരെ കാണുന്നത്. കൂടുതലും റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ളവരാണ് കൂടുതലും വിഷമിക്കുന്നത്. റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതലും വിഷമിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലം. ആ വ്യക്തി പല കാര്യങ്ങളും ലൈഫിൽ നേടിയെടുത്തു. ആര് വഴി? നിങ്ങൾ വഴി. പല കാര്യങ്ങളും ആ വ്യക്തി നേടിയെടുത്തു. നിങ്ങൾ ത്രൂ പല കാര്യങ്ങളും അവർ നേടിയെടുത്തു. പക്ഷെ ഒരിക്കലും നിങ്ങളെ നന്നാക്കാൻ അവർ ശ്രമിച്ചിട്ടുമില്ല. നിങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് അവർ നോക്കിയിട്ടുമില്ല. നിങ്ങളെ ചവിട്ടി തഴഞ്ഞ് പോയിട്ടുള്ള ഒരവസ്ഥ, ചവിട്ടി തഴഞ്ഞു പോയിട്ടുള്ള ഒരവസ്ഥ ഒക്കെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ശോകം സിറ്റുവേഷൻ, ഭയങ്കരമായിട്ടൊരു ശോകം സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കിത് എടുക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര വിഷമം ഫീൽ ചെയ്യുന്നു. ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. അത് നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്നും പലതും നേടി. നിങ്ങളെ പൈസയായിട്ടും കുറേ നിങ്ങളിൽ നിന്നും എടുത്തു. കുറേ കാര്യങ്ങളായിട്ട് നിങ്ങളിൽ നിന്നും പിഴുതെടുത്തു. പക്ഷേ നിങ്ങളെ അവർ ഡ്രൈ ആക്കി കളഞ്ഞൂല്ലേ? നിങ്ങളെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കളഞ്ഞു. സ്നേഹത്തിൻ്റെ പേരിൽ, ബിറ്റ്വീൻ എ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ നിങ്ങളെ വളരെയധികം അവർ യൂസ് ചെയ്തു. ഒരു റിലേഷൻഷിപ്പാണെന്നും പറഞ്ഞ് നിങ്ങളെ വളരെയധികം യൂസ് ചെയ്തു. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാഴ്ചവെച്ചിരുന്നവരായിരിക്കാം. നിങ്ങളെ വളരെ കെയർ ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിരുന്ന ആളുകളായിരിക്കാം. നിങ്ങളെ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത ആളുകളായിരിക്കും. പക്ഷെ പെട്ടെന്ന് എന്തു പറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഗൈ ഓൾസോ മീൻസ് നിങ്ങളെ മാക്സിമം അവർ മുതലാക്കി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങളെ മാക്സിമം അവർ മുതലാക്കി. അതാണ് എനിക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത്. എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിക്കണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. നിങ്ങളെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തു.
നിങ്ങളെ മാക്സിമം സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയായിട്ടും, നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ബിസിനസ് ചെയ്തവരായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന കൊളീഗ്സ് ആയിരിക്കാം, നിങ്ങളിൽ നിന്ന് മാക്സിമം അവർ മുതലാക്കി. പക്ഷേ അവരവരുടെ കാര്യങ്ങൾ നേടിയെടുത്ത് ഇപ്പോൾ കോണ്ടാക്ട്ലെസ് ആയിട്ടിരിക്കുന്നു. അവരവരുടെ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി. അവരിപ്പോൾ വലിയ ആളുകളായിട്ടായിരിക്കുന്നത്. ഹൈറഫൻ കാർഡ് കണ്ടോ, അവർ ഭയങ്കര ആളുകളായിട്ടപ്പോൾ ഇരിക്കുന്നത്. അവരവരുടെ ലൈഫിലെല്ലാം നേടിയെടുത്തു. അവരവരുടെ ലൈഫിലെല്ലാം ഫ്ലെക്സിബിളായിട്ട് അവർ ഭയങ്കര ഫ്ലെക്സിബിളായി. എവിടെ അവർ ലൂസാവാൻ പറ്റുമോ അവിടെയൊക്കെ അവർ അയവുള്ളതായി അവരവരുടെ കാര്യങ്ങൾ നടത്തിയെടുത്ത് അവർ വളരെ സ്മൂത്തായിട്ട് അതിൽ നിന്നും ഊരിപ്പോയി. ആര് പൊട്ടനായി? നിങ്ങൾ പൊട്ടനായി. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് കൂടുതൽ നോക്കാം. നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പം ഇത് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ. പക്ഷെ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മറിയാൻ പോകുന്നു. ഗിവ് എ ബർത്ത്, ഒരു റീബർത്തിന് സാധ്യതയുണ്ട്. കാരണം നിങ്ങളിലെ പഴയ മനുഷ്യനെ വരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. ബിക്കോസ് ഓഫ് അവർക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. നിങ്ങൾ മാറി ഒരു പുതിയ പേഴ്സൺ ആവാൻ പോകുന്നു. ഓക്കെ. കർമ്മഫലം അവർ ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു കർമ്മഫലം, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതിൻ്റെ കർമ്മഫലം അവർക്ക് ലഭിക്കും. നിങ്ങൾ ശരി ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ശരി ലഭിക്കും. നല്ല കാര്യങ്ങൾ ലഭിക്കും. കുറച്ചു കാലം കഴിഞ്ഞിട്ടാണെങ്കിലും. ഇനി നിങ്ങൾ തെറ്റ് ചെയ്തോ അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ, ബാഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്ത് തന്നെ ആയാലും അവനാൻ ചെയ്ത കാര്യങ്ങൾക്കുള്ള കർമ്മഫലം അവനാൻ തന്നെ അനുഭവിക്കണം. അത് ഈ ലൈഫിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗോഡ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. കർമ്മ എഫക്റ്റ് ബിഗിൻ ചെയ്തിരിക്കുന്നു. കർമ്മ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് കർമ്മ എഫക്റ്റ് ഭയങ്കരമായിട്ട് എടുത്ത് ആഞ്ഞടിക്കാൻ പോവുകയാണ്. കാരണം ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചു, ഇത്രയും കാലം നിങ്ങൾ സങ്കടപ്പെട്ടു, ഇത്രയും കാലം നിങ്ങൾ മുറിവ് വേദനിച്ച് അഴുകി നിങ്ങൾ ജീവിച്ചു. ഓരോ ദിവസം കഴിയും തോറും അതിനെ ആലോചിച്ച് നിങ്ങൾ സങ്കടപ്പെട്ട് ഇന്ന് വിളിക്കും നാളെ വിളിക്കും, എന്നെ മറക്കാൻ പറ്റില്ല, എന്നെ എത്രയും ഇഷ്ടമാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു. പക്ഷേ അവർ നിങ്ങളെ നൈസായിട്ട് അങ്ങോട്ട് ചീറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്താ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കുക. നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പക്ഷെ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത്. നിങ്ങളങ്ങനെ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ കരയേണ്ടി വരുന്നത്. നിങ്ങൾ സ്നേഹിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ നിങ്ങൾ സ്നേഹിച്ചോളൂ. പക്ഷേ അത് എവിടേക്കാണ് അവരുടെ പോക്ക് പോകുന്നത് എന്ന് നോക്കി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യലി നിങ്ങളുടെ നിന്ന് വാങ്ങുന്നു, ഗോൾഡായിട്ട് നിങ്ങളുടെ നിന്ന് വാങ്ങുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കൊണ്ട് അവർ പറയിപ്പിക്കും. എന്തെന്ന്, ഞാൻ എൻ്റെ സ്വർണം തരാൻ കൊണ്ടുപോയി വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരാൻ കൊണ്ടുപോയി കാര്യങ്ങൾ നടത്തിക്കോളൂ. കുറേ കഴിയുമ്പോൾ സ്വർണം ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല. നിങ്ങളവിടെ എന്താണ് ശരിക്കും ആ വേർഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. യൂട്യൂബ് ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്യുന്ന പോലെയാവും. കാരണം അങ്ങനെയായി നിങ്ങളെ അത്രയ്ക്കും അവർ യൂസ് ചെയ്തു. അപ്പോൾ ഒരിക്കലും സുഹൃത്തുക്കളെ നിങ്ങൾ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. നിങ്ങളെ ഫിനാൻഷ്യലി യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ചിന്തിക്കണം, ഇത് എന്നേക്കുമുള്ള ബന്ധമാണോ, ഇതെനിക്ക് നല്ലതാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ കർമ്മ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കർമ്മ തിരിച്ചടിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത്. യെസ്, തീർച്ചയായിട്ടും ഈ കാർഡ് നിങ്ങൾക്ക് അത് സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറുന്നുണ്ട്. നിങ്ങളെ എത്രയും കാലം അനുഭവിച്ചത് നിങ്ങളിനി സന്തോഷത്തിലേക്ക് പോവുകയാണ്. നിങ്ങളൊരു റീബർത്ത് നടത്തുകയാണ്. നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് കാഴ്ചവെക്കുകയാണ്. മേ ബി ഒരു പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ അഫെയറൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നേടുന്നതായിട്ടും കണ്ടോ. ഇറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഗായ്സ്, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക, ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ ഈ റീഡിങ്ങിൽ കാണിച്ചിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. എത്രമാത്രം
പറഞ്ഞാൽ മാത്രം പോരാ, കമൻറ്റ് ബോക്സിൽ ജേണൽ ചെയ്യുക. ജേണൽ ചെയ്യുന്ന ആ ഒരു കുറുക്ക് വഴി എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അത് എത്രമാത്രം സ്ട്രെങ്ത് ആയിട്ട്, എത്രമാത്രം ആ നേരത്ത് നിങ്ങൾക്ക് ഉള്ളിലൊരു ആവേശം വരുന്നുണ്ടോ, ആ ആവേശം 2, 3, 4 വരിയിൽ കവിയാതെ നിങ്ങൾ എഴുതുക. അത് എഴുതുന്നത് വഴി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കണക്ട് ചെയ്ത് വരുന്നുണ്ട് റീഡിങ്സ്. അപ്പോൾ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.